Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. സാധാരണ നമ്മുടെ മലയാളികളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയാവുന്നത് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി വളരെ കുറച്ചാണല്ലേ, ഇടിയപ്പം, അങ്ങനെ നമ്മൾ വെറൈറ്റി ഫുഡുകൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മളുടെ അടുക്കളയിലെ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഇടിയപ്പവും കടലക്കറിയും. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കാനുള്ളത് കടല ആദ്യം റെഡിയാക്കി വെച്ചു. തലേദിവസം കുതിർത്തി, രാത്രി മുഴുവൻ കുതിർത്തി വെച്ചത് രാവിലെ നമ്മളുടെ കടലയുടെ വേവ് അനുസരിച്ചിട്ട് 2, 3, 4 അത് ചില കടലയ്ക്ക് വേവ് കൂടുതലാണ് കുറവാണ്, അത് നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുത്തത് അതൊരു ഒരു ചെറിയൊരു ബൗളുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് കടലക്കറി, നമ്മൾ ടിപ്പിക്കൽ മലയാളികളുടെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മലയാളികളുടെ കടലക്കറി എന്ന് പറയുമ്പോൾ അതിന് തേങ്ങ ഇല്ലാതെ പറ്റില്ല. സോ നമ്മളൊരു അരമുറിയൊന്നും എടുത്തിട്ടില്ല, അത്രയും തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലി, മല്ലിയാണ്, മല്ലിപ്പൊടിയെല്ലാം നമ്മൾ യൂസ് ചെയ്തതിന്. കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം. വറുത്തരയ്ക്കുമ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരി, ഇടിയപ്പത്തിനുള്ള അരിപ്പൊടി, അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിന് കുറച്ച് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതൊന്നും മയപ്പെട്ട് കിട്ടാൻ, ഒരു ടേസ്റ്റ് ഒന്ന് മുമ്പിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് കുട്ടികളൊക്കെ ഉള്ളതാകുമ്പോൾ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ തിളച്ച വെള്ളം കേട്ടോ. വെള്ളം ഉപയോഗിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുഴയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക, കാരണം കുറച്ചുകൂടി സ്മൂത്ത് ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഇത് കുഴച്ചെടുക്കുക. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ തേങ്ങ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് 1/4 കപ്പേ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് ഇതിൻ്റെ തിക്നെസ് കൂട്ടാൻ വേറൊരു ഷോർട്ട് കട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്താൽ മതി, ആ തേങ്ങയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മളിത് ആദ്യം കുഴയ്ക്കുന്നു, ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കുഴയ്ക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി എടുത്തു വെച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നെയ്യ് കേട്ടോ അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ കയ്യിലെടുത്തിരിക്കണേ. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ കൈകൊണ്ടുള്ളൊരു അഭ്യാസം നമുക്ക് തൽക്കാലം ഇതിനകത്ത് നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ കരുതണം, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എത്രത്തോളം വെള്ളം വേണം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇത്ര കപ്പ് വെള്ളം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ തിളച്ച വെള്ളം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി തിളച്ച വെള്ളം ഉണ്ടാക്കുക. അതുപോലെ ഒഴിക്കുമ്പോഴും ഒറ്റയടിക്ക് ഒഴിച്ച് തീർക്കരുത്, അത് ഇളക്കിയാണ് അത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാദ്യം അധികം ചൂടായതുകൊണ്ട് കൈകൊണ്ട് ഇളക്കാതെ ഒരു സ്പൂണോ തവിയോ എന്താ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുകയും വേണം കേട്ടോ. നമ്മളിത് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് ചൂടാറുന്ന വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൈ നമ്മൾ വിചാരിച്ച ലെവലിൽ ഇത് വരില്ല. അത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം ഇതിൻ്റെത്, അല്ലെങ്കിൽ നമുക്ക് പിഴിയാൻ നേരത്തെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ആ പരുവത്തിൽ ഇത് കുഴച്ച് വയ്ക്കുന്നു. നമ്മൾ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ചു. അതിനുശേഷം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു, നാടൻ ഫുഡ് വെളിച്ചെണ്ണ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വറക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വറക്കാം കേട്ടോ, അത് സെപ്പറേറ്റ് ആക്കണം നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഇതിനകത്ത് നന്നായിട്ട് ചുമക്കുക, വറുത്തെടുക്കുക. നമ്മളിത് വറുത്തെടുക്കുമ്പോഴത്തേനും നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ കുഴച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടാവേ. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചുമക്ക വറക്കട്ടെ. ഒരുമാതിരി ചുമന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ തേങ്ങ. അതിനകത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറയാൻ വിട്ടുപോയി, 2 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തേക്കുക. ബിക്കോസ് നമ്മൾ ഈ കടലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഗ്യാസിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം നമുക്ക് നികത്താൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി കൂടി, 2 3 വെളുത്തുള്ളി കൂടി. ചിലർക്ക് വെളുത്തുള്ളി ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല, അപ്പോൾ അവർ അതിനനുസരിച്ച് ചേർക്കുക. ചിലർക്ക് ഇഷ്ടം കൂടുതലുണ്ട്, അതിനനുസരിച്ച് അവരും ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യം നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കരിവേപ്പില, അതിപ്പോൾ എത്ര ചേർത്താലും നല്ലത് തന്നെ.
പിന്നെ നമുക്കിതൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് പൊടികൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മല്ലി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിനുള്ള കുറച്ച് കുരുമുളകും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എത്രത്തോളം പൊടികൾ ചേർക്കണോ അത് ഈ സമയത്ത് നമ്മൾ ചേർക്കണം. പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നു. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് പറയുന്ന സിമ്മിലാക്കിയിടണം ഗ്യാസിൻ്റെ ഫ്ലെയിം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ കുത്തൽ മണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നു. നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ള കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പിന്നെ അധികം മുളക് പൊടി ഇടാൻ നിൽക്കരുത്. എൻ്റെ കുട്ടികളൊക്കെ വലുതായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു കുറച്ച് ഗരം മസാല കൂടി. ഗരം മസാലയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ മസാലയോ എന്താണ് നമ്മൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേനും നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓഫ് ചെയ്ത് വയ്ക്കും, പിന്നെ അത് ഇതാകുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഗരം മസാല കൂടി ഓഫ് ചെയ്തു, ഇട്ടിട്ടു. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ പോകുന്നു എങ്ങോട്ടേക്ക്? നമ്മളുടെ ഇടിയപ്പം സെക്ഷനിലേക്ക്. നമ്മൾ കൈകൊണ്ട് കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു സേവനാഴി. സേവനാഴി എന്നല്ല എല്ലായിടത്തും പറയുന്നത്, നമ്മൾ പറയുന്നത് സേവനാഴി എന്നാണ്. സേവനാഴി. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വാഴയില ഉണ്ടല്ലോ, നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മമാർക്കുള്ള ടിപ്പാണ് കേട്ടോ. കാരണം ഈ ഇതുണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പാത്രം കഴുകുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പിന്നെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിട്ടൊക്കെ വേണം. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇലയിലാവുമ്പോൾ ഇലയുടെ ഒരു ടേസ്റ്റും കിട്ടും. പിന്നെന്താണ്, കഴുകാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് നിറച്ച് വയ്ക്കുക. നിറച്ച് വെച്ചതിന് ശേഷം അടയ്ക്കുക. അതിനുശേഷം ഇത് വാഴയിലേക്ക് നന്നായിട്ട് കണ്ടോ, അല്ല അത്രയും ലൂസായിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് വാഴയിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ പറ്റുള്ളൂ. ഓരോ വാഴയിലയിലേക്ക് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് ഇതിനകത്ത് കൊള്ളുന്നതുകൊണ്ട് 1-2 ഇടിയപ്പം കൊണ്ട് ആൾക്കാർക്ക് വയറ് നിറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു പലരും ഈ ഇടിയപ്പത്തിൻ്റെ ഭയങ്കര പാടാണ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് സമയം എടുക്കണോണ്ട് ഞങ്ങൾ സൺഡേസിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. തീർന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് തേങ്ങ ചേർക്കുന്നു. തേങ്ങയുടെ ഒരു മധുരം കൂടി ആകുമ്പോഴാണ് ആ ഇടിയപ്പത്തിൻ്റെ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ. നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ പറ്റും. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇടിയപ്പം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. നമ്മളത് ആദ്യം ഒന്ന് അരച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ഈ കടല നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു ബൗളിനകത്ത്, അതിനകത്ത് ആ വെള്ളവും കുറച്ച് കടല, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തിക്നെസ് കൂട്ടാനായിട്ട് തേങ്ങ തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ തിക്നെസ് നന്നായിട്ട് കൂടി വരും. ഒന്നുകൂടി അരയാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം, നമ്മളുടെ കടല വേവിച്ച വെള്ളം ഒന്നുകൂടി എടുത്തു. ശേഷം ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനത്തെ കണ്ടോ, നല്ല മഷി പോലെ അരിഞ്ഞ്. അപ്പോൾ തേങ്ങ വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ അരച്ച് വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം തിക്നെസ് വന്നൊന്ന് നോക്കൂ. അപ്പോൾ ഇത്രയും തിക്നെസ് വേണം നമുക്ക് കേട്ടോ. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതൊന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ പാത്രം ഏറ്റവും താഴത്തെ തട്ട്, ഇടയിൽ താഴത്തെ തട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളിത് അതൊന്ന് 1 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. 1 സെക്കൻഡ് അടച്ചു വെച്ചു. തുറന്നതിന് ശേഷം അടുത്തതും ഒന്ന് വച്ചേക്കുക. ഒന്ന് സെറ്റ് ആകാനുള്ള സമയം കേട്ടോ, അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളേ. അടുത്തതും വെച്ചു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നിലൊന്നും ഒരിക്കലും ഒന്നിലൊന്ന് പിടിക്കില്ല. അത് ഓൾറെഡി ഇലയിൽ നമ്മൾ എണ്ണ തേച്ച് വെച്ചതായതുകൊണ്ട് തന്നെ 1 സെക്കൻഡ് സമയം മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, 1 സെക്കൻഡ് സമയം കൊണ്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ കറക്റ്റ് കുഴികളിൽ എത്ര ഉണ്ട് അതല്ല, അത് കൂടുതൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം 1-2 ട്രിപ്പ് കൊണ്ട് തന്നെ നമുക്കൊരു വീട്ടിലേക്കുള്ള മുഴുവൻ ഇത് എടുക്കാൻ പറ്റും.
ഇങ്ങനെ നമുക്ക് എത്ര വയ്ക്കാൻ പറ്റുന്നോ അത്രയും നമുക്കിങ്ങനെ ഇതുപോലെ അതിൻ്റെ ഒരു ഇത് മാറ്റി മറിച്ച് നമുക്കത് എത്രത്തോളം കൊള്ളാമോ അത്രയും വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇടിയപ്പം അപ്പുറത്തെ സൈഡിൽ വേവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരച്ച തേങ്ങ വെച്ചു അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിനി കടുവറക്കുന്ന പരിപാടിയാണ്, താളിക്കൽ പരിപാടി. നാടൻ ഫുഡ്, കോക്കനട്ട് ഓയിൽ, തേങ്ങയുടെ വെളിച്ചെണ്ണ. ദെൻ നമ്മൾ ചേർക്കുന്നു കുറച്ച് കടുക്, പൊട്ടാനുള്ള കടുക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഒരു കടുകൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം വറ്റൽമുളക്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേങ്ങ നമ്മളുടെ കയ്യിൽ ഒത്തിരിയൊക്കെ ഉണ്ട് വീട്ടിലെങ്കിൽ തേങ്ങ കൊത്ത് ആക്കിയിട്ട് ഇതിനകത്തൊന്ന് വറുത്ത് കടലക്കറി ഉണ്ടാക്കിയാൽ, തേങ്ങാക്കൊത്ത് ഈ ഉള്ളി ഇടുന്നത് പോലെ തന്നെ തേങ്ങാക്കൊത്ത് കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ചുമക്കെ വറുത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന നമ്മളുടെ ഈ കടലക്കറിയുടെ രുചിയൊക്കെ കൂട്ടാം. പക്ഷെ ഇപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആർഭാടം കാണിക്കേണ്ടാത്തത് കൊണ്ട് നമുക്കിതിനകത്ത് ഇത്രയും മതി കേട്ടോ. ഉള്ളി ഒരുമാതിരി മൂത്തിട്ടുണ്ട്, ഒരു ചെറുതായിട്ട് ഗോൾഡൻ കളറിനോട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പ് അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടി ആ എണ്ണയിലൊന്ന് വഴറ്റി എടുക്കാം. അതിൻ്റെ ഓൾറെഡി വറുത്തതായതുകൊണ്ട് പച്ചമണം എന്നുള്ള സംഭവം വരുന്നില്ല കേട്ടോ. എന്നാൽ കൂടി അതിൻ്റെ ആ ഒരു മസാല എണ്ണയിലൊന്ന് പിടിച്ചു വരാനുള്ളൊരു സമയം ആണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന, നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന നമ്മളുടെ കടല അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഉണ്ടോ, കടല അതിനകത്തേക്ക് ആഡ് ചെയ്തു. ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടി ചേർത്ത് അതിനകത്തേക്ക് ഇട്ട് നമ്മളുടെ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് അറിയാമല്ലോ, ഈ അരപ്പി കിടന്ന് ഈ കടല നന്നായിട്ടൊന്ന് വറ്റിക്കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് നോക്കാം ഉപ്പ്, മുളക്, മസാല ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴാണ് ചെക്ക് ചെയ്തത്. കാരണം നമ്മൾ ഓൾറെഡി പല സാധനങ്ങളിൽ ഉപ്പിട്ട്, കുറേ കടലയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അരപ്പിലായിരുന്നു മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത്. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. ഇപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് ഏതാണ്ട് എല്ലാം കറക്റ്റാണ്. നമ്മൾ ഈ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, നോക്കിയില്ലേ പോലും നമുക്കത് ശരിയാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദിവസം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു കൈക്കൊരു പാകം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനി തിളയ്ക്കുക. തീർന്നു, നമ്മളുടെ പരിപാടി തീർന്നു. ഇതൊന്ന് തിളച്ച് വരിക. നമ്മളുടെ ഇതിവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ഇടിയപ്പം റെഡിയാവും. ഇത് വറ്റുക, അത് റെഡിയാക്കുക, അത്രേ ഉള്ളൂ. നമ്മളുടെ കണ്ടോ, നമ്മളുടെ ഇടിയപ്പം വളരെ കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു കാസറോളിലേക്ക് മാറ്റുന്നു. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മളുടെ അമ്മമാർക്കധികം തലവേദനയൊന്നും ആക്കാത്ത പതുക്കെ സൂക്ഷിച്ചെടുക്കണം. നല്ല ചൂടാണ്. പാത്രത്തിലൊന്നും ആവാതെ നമുക്ക് അധികം ഹെഡേക്ക് ഇല്ലാതെ നമുക്ക് ഇടിയപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ നല്ല ചൂട് ഇടിയപ്പം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മളുടെ കടല കൂടി ഒന്ന് റെഡിയാക്കി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കടല നന്നായിട്ട് തിളച്ചു കണ്ടോ. ഇത്രയും ഇത് വേണം, ഗ്രേവി വേണ്ടേ നമുക്ക്. അത് നമുക്ക് ഇങ്ങനെ കുഴച്ച് കഴിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമ്മളുടെ എടുത്ത് വെച്ച് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. ഈ ചാനൽ നോക്കി യാതൊരു മനസ്സിലല്ലേ.
I am the editor, so you don't worry. I'm not going to be editing. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു നമ്മൾ റെഡിയാക്കി. ഇടിയപ്പം, കടലക്കറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഇതുപോലെ തന്നെ ഒരു മെനു നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പോലും ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻസ്, അതുപോലെ തന്നെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് അഭിപ്രായം എന്നുള്ളത് സജഷൻസ് കൃത്യമായിട്ട് പറയുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക. കാരണം അതാണ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെ, അത് ശരിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ എന്താ പറയുന്നത്, പലരും പറയാറുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ചിലരൊക്കെ പറയാറുണ്ട് ഇന്നത് ചെയ്തു തരുമെന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, എനിക്കറിയാവുന്നതാണെങ്കിൽ, എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. അതുവരെ ടാറ്റാ.